അസ്സലാമു അലൈക്കും. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെച്ച ഓരോ കാര്യങ്ങളും ഇന്ന് ശാസ്ത്രലോകം അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. സസ്യലതാദികളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ആകാശഭൂമികളെക്കുറിച്ചും പ്രപഞ്ചങ്ങളെക്കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെച്ച ആ ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഒട്ടനവധി ശാസ്ത്രജ്ഞർ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് തത്വചിന്തകരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, ഗവേഷകരുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ശാസ്ത്രം എന്ന വാക്ക് പോലും കേട്ടുകേൾവിയില്ലാത്ത ആ ഒരു കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ചത്. അന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച ആ കാര്യങ്ങളെ ഇന്ന് ശാസ്ത്രലോകം പുരോഗമിച്ചു നിൽക്കുന്ന ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രലോകം അതിനെയെല്ലാം ശരിവെക്കുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്. നോക്ക്, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ ISRO ഫോർമർ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥ് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. 14 സംവത്സരങ്ങൾക്ക് മുമ്പ് എന്താണോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇപ്പൊ ഈ കാണാവുന്ന യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ആവില്ല. നമുക്ക് എന്തൊക്കെ സെൻസസ് ഉണ്ട്? കണ്ണ്, ചെവി, മൂക്ക്, വായ, പഞ്ചേന്ദ്രിയങ്ങൾ. ഇതിലൂടെ കിട്ടുന്ന ഇൻപുട്ടുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന വ്യൂ ഓഫ് ദ യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നും പറ്റൂല. മനുഷ്യനാകെ അറിയാവുന്ന 2 ഡയമെൻഷൻ മാത്രമാണ്. 3ാമത്തെ ഡയമെൻഷൻ പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ല. 4ാമത്തെ ഡയമെൻഷൻ സമയത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് സമയം. അപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് ലിമിറ്റഡ് കേപ്പബിലിറ്റിയുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്ന മനുഷ്യന് കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് തന്നെ ഫൂളിഷാണ്. കേട്ടില്ല അദ്ദേഹം പറഞ്ഞത്? ഒരു മനുഷ്യന്റെ പരിമിതി, ആ പരിമിതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മനുഷ്യന്മാർക്ക് ചിലത് കാണാനും അത് അനുഭവിക്കാനും ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യന് കാണാനോ അത് സ്പർശിക്കാനോ കഴിയില്ല. നോക്കിയത് ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ അതിനെ കളിയാക്കാനും വിമർശിക്കാനും നാനാഭാഗത്തു നിന്നും ഇസ്ലാമിക വിരുദ്ധർ കടന്നു വരാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് ISROയുടെ ചെയർമാനായിട്ടുള്ള ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന അതും ഒരു ഹിന്ദുവായ സോമനാഥ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 17ാമത്തെ സൂറത്തിൽ 85ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇപ്രകാരമാണ്: നിന്നോടവർ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു, പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാകുന്നു. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് ഞാൻ നൽകപ്പെട്ടിട്ടില്ല. അതായത് മനുഷ്യന്മാർക്ക് കുറച്ചറിവുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കപ്പുറം ആ മനുഷ്യന് ഒന്നും കാണാനും ഒന്നും മനസ്സിലാക്കാനും പോലും സാധിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് തന്നെയാണ് ISROയുടെ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല. ഇദ്ദേഹം ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചത്. ഒരു സമയമാകുമ്പോൾ ഈ ഭൂമിയിൽ കാണുന്ന ചന്ദ്രനും സൂര്യനും എല്ലാം തകരുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇപ്പൊ ഭൂമി അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും? തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും. കാരണം സൂര്യൻ അവസാനിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കാരണം സൂര്യൻ ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർദ്ധിച്ച് അത് ഭൂമിയുടെ ഉപഗ്രഹ അതിന്റെ ഭ്രമണപഥത്തിന്റെ അത്രയും വലുതാകും. അതിനും അപ്പുറം കടന്നു താപനില കൂടും. അപ്പൊ ഭൂമി സൂര്യന്റെ ഉള്ളിലാകും. അപ്പോ ആ സമയത്ത് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളൊന്നും ഇല്ലാതാകും. അന്ത്യനാൾ, അതായത് ഖിയാമത്ത് നാൾ വരുമ്പോൾ ഈ ലോകത്ത് കാണുന്ന സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഭൂമിയും അടങ്ങുന്ന എല്ലാ സർവ്വചരാചരങ്ങളും തകരുന്നു തരിപ്പണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. നോക്കൂ, വിഖ്യാത ശാസ്ത്രജ്ഞൻ ഡോക്ടർ മോറിസ് ബുക്കായി അദ്ദേഹം ലണ്ടനിലെ ഫ്രഞ്ച് അക്കാദമി ഓഫ് മെഡിസിനിൽ 1976 നടത്തിയ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ് എന്ന തലക്കെട്ടിലുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ വസ്തുതകളുമായി പൊരുത്തപ്പെടുന്ന അനേകം സൂചനകൾ ഖുർആനിലുണ്ട്. നവീന ശാസ്ത്രജ്ഞന്മാരെ ഖുർആൻ ഒരു കാന്തം പോലെ ആകർഷിക്കുന്നതിനുള്ള കാരണവും അതാണ്. ശാസ്ത്രത്തെ അടിത്തറയാക്കി ഭൗതിക നാസ്തികത ദൈവവിശ്വാസത്തെ പുറംതള്ളി ആധിപത്യമുറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
ഖുർആനിലെ ശാസ്ത്ര സൂചനകളുടെ മൂല്യം അപാരമാണ്. ഖുർആൻ വചനങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കുന്നതിന് ഒരു വിശ്വവിജ്ഞാനകോശത്തിലെ അറിവ് മുഴുവൻ ആവശ്യമാണ് എന്നതാണ് പരമാർത്ഥം. അതായത് അനേകം വൈജ്ഞാനിക ശാഖകളിൽ വ്യുൽപ്പത്തി നേടിയിരിക്കണമെന്ന് സാരം. ജ്യോതിശാസ്ത്രം, ഭൂമി, ജന്തു, സസ്യജാലങ്ങൾ, മനുഷ്യന്റെ പ്രത്യുൽപാദനം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഖുർആനിന്റെ ശാസ്ത്ര സൂചനകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനവിസ്മയങ്ങളുടെ ലോകത്ത് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പുതുവിവരങ്ങളുടെ സർവ്വവിജ്ഞാന കോശമാണ് വിശുദ്ധ ഖുർആൻ. വിവരസാങ്കേതിക വിദ്യകൾ വളർച്ചയുടെ അത്യുന്നതി പ്രാപിച്ച ഇക്കാലത്ത് പോലും ഖുർആൻ സ്പർശിക്കാതെ പോയ വിജ്ഞാന ശാഖകൾ കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമാണ്. അടിക്കടി മനുഷ്യനോട് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഖുർആൻ ഓരോ സൂക്തത്തിലും പുതുവിജ്ഞാനങ്ങളുടെ വിസ്മയ പ്രപഞ്ചങ്ങളിലേക്ക് വാതായനങ്ങൾ തുറക്കുകയാണ്. ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല എങ്കിലും വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയ വസ്തുതകളുടെ ആഴങ്ങൾ പരിചയപ്പെടുത്തുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുവെന്നത് ഏറെ ചിന്തോദീപകം തന്നെയാണ്. ശാസ്ത്രത്തിന്റെ പ്രാഥമിക അറിവുകൾ മുതൽ വികസിതവും നൂതനവുമായ വിജ്ഞാനങ്ങളുടെ ആഴങ്ങളിലേക്ക് വരെ ഇത് വെളിച്ചം വീശുന്നുണ്ട്. പ്രാപഞ്ചിക രഹസ്യങ്ങളെയും ശാസ്ത്രീയ ചക്രവാളങ്ങളെയും മനസ്സിലാക്കാനുള്ള ഒരു നിഘണ്ടുവായിട്ടാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക യുഗം ഇന്ന് ശാസ്ത്രീയ കരവലയങ്ങൾക്കുള്ളിലാണ്. ദൈനംദിന ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പല ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളും സംജാതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിഗമനങ്ങളിൽ ശാസ്ത്രലോകമെത്തുമ്പോൾ മുൻകാലത്ത് കണ്ടെത്തിയ പല വാദങ്ങളും നിഗമനങ്ങളും അപ്രസക്തമാവുകയും തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ്. ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല സിദ്ധാന്തങ്ങളും വിശുദ്ധ ഖുർആനിന്റെ വരികളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അമേരിക്കൻ ഗോളശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബ്ബൽ അദ്ദേഹം 1952 ആദ്യമായി പ്രപഞ്ച വികാസത്തെ സൂചിപ്പിക്കുന്ന പഠനങ്ങൾ അവതരിപ്പിച്ചു. അതുപോലെ ഡോപ്ലർ എന്ന ശാസ്ത്രജ്ഞൻ തന്റെ ഡോപ്ലർ ഇഫക്റ്റ് എന്ന പരീക്ഷണത്തിലൂടെ ഈ പ്രപഞ്ചം പല മാറ്റങ്ങളും സംഭവിച്ച് അതിവേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അതിലുള്ള താരാപഥങ്ങൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്നും സമീപകാലത്ത് തെളിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രലോകം ഐക്യകണ്ഠേന യോജിച്ച കാര്യമാണ് പ്രപഞ്ച വികാസമെന്ന പ്രതിഭാസം. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ ഈ പ്രപഞ്ച വികാസത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, ആകാശമാകട്ടെ നാം അതിനെ കരങ്ങളാൽ നിർമ്മിച്ചിരിക്കുന്നു, തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു. 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തിയ ഈ പ്രതിഭാസത്തെക്കുറിച്ച് ഇത്രത്തോളം അത്ഭുതപ്പെടുന്നുണ്ട് എങ്കിൽ ഖുർആൻ ഇതിനെ വിശദീകരിക്കുന്നത് ടെലസ്കോപ്പ് പോലും കണ്ടുപിടിക്കാത്ത 1400 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. ജലത്തിൽ നിന്നുള്ള മനുഷ്യ സൃഷ്ടിപ്പ്, ആഴക്കടലിലെ അന്ധകാരം, പർവ്വതങ്ങൾ ആണികളാണ്, വിരലടയാളം, ഔഷധശാസ്ത്രം, അങ്ങനെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെച്ച കാര്യങ്ങളെ ശാസ്ത്രലോകം ഇന്ന് അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.